എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ മാർച്ച് 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ കേരളം ഇനി അടുത്ത 5 വർഷത്തേക്ക് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന നിർണായകമായിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന് തീരുമാനിച്ചതോടുകൂടി വളരെ ചുരുങ്ങിയ ദിവസങ്ങളാണ് ഇലക്ഷന് വേണ്ടി അവശേഷിക്കുന്നത്. ഈ ദിവസങ്ങൾക്കുള്ളിൽ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ സർക്കാർ നിരവധി സഹായങ്ങൾ ചെയ്യും. ഇതിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ നേരത്തെ ആക്കിക്കൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ആളുകൾക്ക് എത്തിച്ചേരുക. നിലവിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് മൂന്നാമതൊരു അവസരം ലഭിക്കുമോ, അതോ ഭരണം മാറി മറ്റാരെങ്കിലും മുഖ്യമന്ത്രി ആകുമോ, UDF, LDF, BJP ഇവർക്കൊക്കെ എത്ര സീറ്റ് ലഭിക്കും എന്നൊക്കെ നമ്മളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ട് എങ്കിൽ അത് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ, ഇനിയുള്ള 10-20 ദിവസത്തിനുള്ളിൽ വലിയ ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷനും സ്ത്രീ സുരക്ഷാ പെൻഷൻ, കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ എന്നിവയൊക്കെയാണ്. അത് നമുക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ്റേത് 18 മാസത്തെ കുടിശ്ശികയുള്ളതിൽ പകുതിയെങ്കിലും ഇപ്പോൾ കൊടുത്തു തീർക്കും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. കഴിഞ്ഞ മാസം 2 മാസത്തേത് കൊടുക്കും എന്ന് പറഞ്ഞു ഒന്നാണ് കൊടുത്തത്. എന്തായാലും കാത്തിരിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 14,400 രൂപ ഓരോ ഗുണഭോക്താവിനും 9 മാസത്തേത് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ വലിയ ആശ്വാസം തന്നെയായിരിക്കും അത്. 18 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എങ്കിലും ഈ പകുതിയെങ്കിലും കിട്ടുകയാണ് എങ്കിൽ പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് അത് വലിയ ആശ്വാസമാകും. ഇലക്ഷന് മുമ്പ് അത് ലഭിക്കും എന്നുള്ളതാണ്, അതായത് ഈ മാസം തന്നെ അതുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരമായിട്ട് പങ്കുവെക്കാനുള്ളത്. മറ്റൊന്ന്, നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനാണ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഇപ്പോൾ 2,000 രൂപയാണ് ലഭിക്കുന്നത്. വർദ്ധിപ്പിച്ചതിന് ശേഷം 3-ാമത്തെ മാസവും വിതരണം ചെയ്തതിന് ശേഷം ഇനി 4-ാം മാസത്തിലേക്ക് കടക്കും. മാർച്ച് മാസത്തെ തുകയുടെ വിതരണം മാർച്ച് 25-ഓടുകൂടി ഉണ്ടാകും. എന്നാൽ ഈ തുക വിതരണം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ മാസത്തെ തുക വിതരണവും നടക്കും. ഏപ്രിൽ 9-ന് മുമ്പ് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം വിഷു, ഈസ്റ്ററിനോടനുബന്ധിച്ച് അത് പറഞ്ഞുകൊണ്ട് മുൻകൂറായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും വിതരണം ചെയ്യുക. നോട്ടിഫിക്കേഷൻ, ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയായിരിക്കും ജനങ്ങൾക്ക് പെൻഷൻ വിതരണം ചെയ്യുക. പത്രവാർത്തകൾ മാത്രമാണ് ഇത് സംബന്ധിച്ച് വരിക. പാർട്ടികൾക്കെല്ലാം പത്രം ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ വലിയ വാർത്തയായിട്ടത് കൊടുക്കും. പക്ഷേ മന്ത്രിയുടെ ഭാഗത്തു നിന്നൊന്നും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല. ഇനി നമുക്ക് പ്രതീക്ഷിക്കാം മെയ് മാസത്തെ പെൻഷനും ഈ ഏപ്രിൽ മാസത്തെ പെൻഷനോടൊപ്പം 2 അഡ്വാൻസ് ആയിട്ട് ലഭിക്കാൻ സാധ്യത തള്ളിക്കളയാനാകില്ല. ഇതിനു മുമ്പ് ഇലക്ഷൻ സമയത്തൊക്കെ അഡ്വാൻസ് പെൻഷൻ ലഭിച്ചിട്ടുണ്ട് കുടിശ്ശികയാവുന്നതിന് മുമ്പ്. ഇനി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ 1 മാസത്തേതാണ് ഇപ്പോൾ വിതരണം ചെയ്തത്. അത് ഫെബ്രുവരി 11-നായിരുന്നു. അതിനുശേഷം ഇനി സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 2-ാം ഗഡു വിതരണം ഈ മാസം ഉണ്ടാകും. കൂടാതെ 3-ാം ഗഡുവിന്റെ വിതരണം അടുത്ത മാസം, അതായത് ഇലക്ഷൻ നടക്കുന്ന 9-ാം തീയതിക്ക് മുമ്പ് ഉണ്ടാകും. അത് 1 അല്ലെങ്കിൽ 2 മാസത്തേത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു തരത്തിലുള്ള വിതരണങ്ങളാണുള്ളത്. ഇതുപോലെ തന്നെ മറ്റ് നിരവധി ആനുകൂല്യങ്ങളുണ്ട്. പേരെടുത്ത് പറയാത്ത ഒരുപാട് ആനുകൂല്യങ്ങളുടെ വിതരണം, കെട്ടിക്കിടക്കുന്ന സഹായങ്ങളുടെ വിതരണം എല്ലാം ഉണ്ടാകും. സാമൂഹ്യനീതി വകുപ്പ് മുഖേന കെട്ടിക്കിടക്കുന്ന നിരവധി സഹായങ്ങളുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ, മറ്റ് രോഗികൾക്കുള്ള ആശ്വാസം, ഇവയെല്ലാം വോട്ടെടുപ്പിന് മുമ്പ് തന്നെ വിതരണം ചെയ്യും. പ്രവാസി പെൻഷൻ 2 മാസത്തേതായി മുടങ്ങിക്കിടക്കുന്നു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എന്തായാലും ആ ഒരു തുകയും ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ സഹായങ്ങളാണ് ഈ ഒരു മാസം നമുക്ക് ലഭിക്കാൻ, ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള 22 ദിവസം, 21 ദിവസത്തിനുള്ളിൽ ലഭിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ 9 എന്നുള്ളതൊരു മാന്ത്രിക ഡേറ്റ് ആണ്. അതിനു മുമ്പ് നിരവധി സഹായങ്ങൾ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ആധാറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത്. ആധാർ കാർഡിൽ തെറ്റുകൾ തിരുത്തുന്നതിനും മറ്റ് അപ്ഡേഷനുകൾ വരുത്തുന്നതിനും നിരന്തരം ശ്രമിക്കുന്നവരാണ് നമ്മൾ. പേര്, ജനനതീയതി, വിലാസം തുടങ്ങിയവയിലൊക്കെ ഇത്തരത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വരാറുണ്ട്. എന്നാൽ ആധാർ കാർഡിലെ പേര് മാറ്റുന്നതിന് പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്രം. പുതിയ നിയമപ്രകാരം ജീവിതത്തിൽ 2 തവണ മാത്രമേ ഇനി പേര് മാറ്റാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ ജനനതീയതി 1 തവണ മാത്രമേ തിരുത്തുവാൻ കഴിയുകയുള്ളൂ എന്നും യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അറിയിച്ചു.
വിലാസം അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതല്ല. തെറ്റായ വിവരങ്ങൾ ആവർത്തിച്ച് മാറ്റുന്നതും തട്ടിപ്പുകളും തടയാൻ ഇത് സഹായിക്കും എന്നാണ് അധികൃതർ പറയുന്നത്. ഡിജിറ്റൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് കണക്കിലെടുത്താണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ആധാർ സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ആക്കി മാറ്റുന്നതിന് പുതിയ ആധാർ മൊബൈൽ ആപ്പ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട്. ആധാർ കാർഡിലെ വിവരങ്ങൾ മാറ്റുമ്പോൾ ചില പ്രധാനപ്പെട്ട രേഖകൾ നിർബന്ധമായും നൽകണം. ജനനതീയതി തിരുത്തുന്നതിന് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. വിലാസം മാറ്റുന്നതിനായി വോട്ടർ ID, വൈദ്യുതി ബിൽ, ഗ്യാസ് ബിൽ തുടങ്ങിയ രേഖകൾ ഉപയോഗിക്കാം. പാസ്പോർട്ട് പോലുള്ള തിരിച്ചറിയൽ രേഖകളും ഇതിന് സഹായിക്കും. പേര്, മൊബൈൽ നമ്പർ, വിലാസം തുടങ്ങിയവ മൊബൈലിലൂടെ പുതുക്കാനുമാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പേര് മാറ്റുന്നതിനും വയസ്സ് തിരുത്തുന്നതിനും ഇപ്പോൾ വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. പേര് തിരുത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഒറ്റത്തവണ മാത്രം 2 തവണ മാത്രമാണ് പേര് തിരുത്താൻ കഴിയുക. ജനനതീയതി തിരുത്തുന്നതിന് 1 തവണ മാത്രമാണ് അവസരമുണ്ടാകുക. അപ്പോൾ തിരുത്തുമ്പോൾ അത് ഉറപ്പാണ്, അത് കൃത്യമാണ് എന്ന് വരുത്തിയതിന് ശേഷം മാത്രം തിരുത്തുക. പിന്നീടൊരു അവസരം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും തിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് എന്നുള്ളത് എല്ലാവരും ഗൗരവത്തിലെടുക്കുക. പരമാവധി ഈ വിവരം മറ്റുള്ള ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുക. 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ്, കുട്ടികളുടെ ആധാർ കാർഡിൽ ബയോമെട്രിക് അപ്ഡേഷൻ 7 വയസ്സിന് മുമ്പ് ചെയ്യുക. 15 വയസ്സിന് ശേഷവും അപ്ഡേഷൻ നിർബന്ധമാണ്. ഇല്ലെങ്കിൽ കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങും. 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുകയും ബയോമെട്രിക് പുതുക്കണമെങ്കിൽ പുതുക്കുകയും ചെയ്യുക. സ്ത്രീ സുരക്ഷാ പെൻഷൻ, ക്ഷേമ പെൻഷൻ ഇവയ്ക്കെല്ലാം മസ്റ്ററിംഗ് ആവശ്യമാണ്. മസ്റ്ററിംഗ് സുഗമമായി നടക്കുന്നതിന് വേണ്ടി ആധാർ അപ്ഡേഷൻ നിർബന്ധമാണ്. മൊബൈൽ അപ്ഡേഷനും അത് കൃത്യമായിട്ട് ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത നമ്പറാണ് ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ കയ്യിലുള്ള മൊബൈൽ ഫോൺ നമ്പർ ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക. ഇനി മൊബൈൽ നമ്പർ ചേർത്തിട്ടില്ല എങ്കിൽ ആധാറിന് വലിയ ഗുണമൊന്നും ഉണ്ടാകില്ല. OTP നിർബന്ധമാണ് എല്ലാ സേവനങ്ങൾക്കും. അതുകൊണ്ട് തന്നെ മൊബൈൽ നമ്പർ ചേർക്കാത്ത ആധാർ കാർഡുകളാണ് എങ്കിൽ നിർബന്ധമായും മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നൊക്കെ വരുന്നത്. വിശേഷ ദിവസങ്ങൾ അടുത്തിരിക്കെ വീടുകളിൽ പാചകവാതകം കിട്ടുമോ എന്ന ആശങ്ക വേണ്ട എന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വ്യക്തമാക്കി. പതിവ് പോലെ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് പാചകവാതകം വീടുകളിൽ എത്തും എന്നും അതിൽ ആശങ്ക വേണ്ട എന്നും പൊതുമേഖലാ എണ്ണ കമ്പനികൾ അറിയിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പാചകവാതകം കിട്ടാക്കനിയാകും എന്ന പ്രചരണത്തെ തുടർന്ന് ഗാർഹിക ഉപഭോക്താക്കൾ ആശങ്കയിലായിരുന്നു. ഇതേ തുടർന്ന് പാനിക് ബുക്കിംഗ്, അതായത് എല്ലാ ആളുകളുടെ കയ്യിലും ഉള്ള സ്റ്റോക്കുകൾ പൂർണ്ണമായും നിറച്ചുവെക്കുന്നത് മൂലം ഉണ്ടായിട്ടുള്ള തിരക്കും പ്രതിസന്ധിയും മാത്രമാണ് ഗാർഹിക സിലിണ്ടറിൽ ഉള്ളത് എന്നാണ് ഗ്യാസ് കമ്പനികൾ പറയുന്നത്. സാധാരണയിലും കവിഞ്ഞ് ഒരുപാട് ബുക്കിംഗ് വന്നതുകൊണ്ടാണ് സെർവർ ഡൗൺ ആയതും ബുക്കിംഗ് സ്വീകരിക്കാൻ കഴിയാതെ വന്നതും. നിലവിൽ പഴയതുപോലെ തന്നെ പാചകവാതകം വിതരണം നടക്കുകയാണ് എന്നാണ് ലഭ്യമാകുന്ന ഔദ്യോഗിക വിവരം. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾക്ക് മാത്രമാണ് നിയന്ത്രണം. ഗാർഹിക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർക്ക് തടസ്സം കൂടാതെ പാചകവാതകം ലഭ്യമാക്കുന്നതിന് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറിന്റെ ഉൽപാദനം കുറച്ചിരുന്നു. 20% മാത്രമാണ് വാണിജ്യാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നത്. അത് കാരണം തട്ടുകടകൾ, ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ഗ്യാസ് കിട്ടാനില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ വീടുകളിൽ ഈ പ്രതിസന്ധിയില്ല. ഞായറാഴ്ചത്തെ കണക്കുകൾ പ്രകാരം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ IOC, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ എന്നിവയുടെ ബോട്ടലിംഗ് പ്ലാന്റുകളിൽ 14,536.8 മെട്രിക് ടൺ ഗാർഹിക ആവശ്യത്തിനും 1,267.1 മെട്രിക് ടൺ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതകവും സ്റ്റോക്കുണ്ട്. 3,991 മെട്രിക് ടൺ, 457 മെട്രിക് ടൺ ക്രമത്തിൽ റീറ്റെയിൽ സ്റ്റോക്കും ഉണ്ട്. നിലവിലെ ശേഖരം അനുസരിച്ച് IOCയിൽ നിന്നും 18.7 ദിവസത്തേക്കുള്ള ഒരു പ്രതിസന്ധിയും ഇല്ലാതെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പാചകവാതകമുണ്ട്. BPCLൻ്റേത് 8 ദിവസത്തേക്കും HP-യുടേത് 9 ദിവസത്തേക്കും ഉണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്ക് വരും എന്നാണ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതക വിതരണം വെട്ടിക്കുറ. വൃദ്ധസദനങ്ങൾ, ആശുപത്രികൾ, അനാഥാലയം, സ്കൂളുകൾ, ജനകീയ
സുഭിക്ഷ ഹോട്ടലുകൾ, സർക്കാർ പൊതുമേഖലാ ഓഫീസ് ക്യാമ്പസിലെ ക്യാൻറ്റീനുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് ഇപ്പോൾ വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നത്. ഹോട്ടൽ മേഖലയിൽ സിലിണ്ടർ ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഓരോ ദിവസവും അടച്ചിടുന്ന ഹോട്ടലുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുമുണ്ട്. സംസ്ഥാനത്ത് സാഹചര്യം പരിഗണിച്ച് വാണിജ്യാടിസ്ഥാനത്തിലുള്ള സിലിണ്ടറുകൾ കൂടുതൽ ലഭ്യമാക്കണമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയത്തോട് ഭക്ഷ്യമന്ത്രി GR അനിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ കേന്ദ്രമന്ത്രിയെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുമെന്നും ഗാർഹിക ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ വിതരണം ചെയ്യുന്നത് പതിവ് പോലെ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ